അപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് തുടങ്ങിയ യാത്ര 12 മണി 11:30 മണിയോടുകൂടി മല മുകളിൽ 10 മണിയോടുകൂടി മുകളിലെത്തി. അതിനുശേഷം 2 മണിക്കൂർ ഇവിടെ എല്ലാം ചുറ്റിക്കിടന്ന് നടന്ന് കണ്ടു. അപ്പോൾ 12:30 നമ്മൾ മലയിറങ്ങുകയാണ്. മുകളിലേക്ക് 11 കിലോമീറ്റർ കയറി. മുകളിൽ ഒരു 8 കിലോമീറ്ററോളം നമ്മൾ നടന്ന് കണ്ടു. 11 to 19 തിരിച്ച് ഇനി ഒരു 11 കിലോമീറ്റർ ഇറങ്ങും. അപ്പോൾ കൃത്യം 30 കിലോമീറ്റർ യാത്രയാണ്. ഒരുപക്ഷെ നമ്മുടെ യാത്രാപഥത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പദയാത്ര നടന്നിട്ടുള്ളത് ഇവിടെ തന്നെയാണ്. ബാക്കിയെല്ലാം ഒരു 10, 20, 25 കിലോമീറ്റർ വരെ കയറിയിട്ടുണ്ടെങ്കിലും 30 കിലോമീറ്റർ ഒരു ദിവസം നടത്താം ഇതാദ്യമായിട്ടാണ്. ജമ്മുവിലെ വൈഷ്ണോദേവിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ 13, 26 കിലോമീറ്ററൊക്കെ നടന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഗിർനാറിലാണെങ്കിലും അവിടെ തന്നെ സ്റ്റെപ്പ് കയറലായിരുന്നു. ഗിർനാറിലാണെങ്കിലും ഗുജറാത്തിലെ ഗിർനാറിലാണെങ്കിലും നമ്മൾ 10, 20 കിലോമീറ്ററാണ്. ഇത് 30 കിലോമീറ്റർ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു പദസഞ്ചലനമാണ്. ഏറ്റവും മനോഹരമായ ഇന്ത്യയിലെ ക്ഷേത്ര സമുച്ചയങ്ങൾ, മലനിരകളിലുള്ള ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഏറ്റവും മനോഹരമായ കാഴ്ച നൽകുന്ന ഒരു സ്ഥലവുമാണ്. അപ്പോൾ അതിൻ്റേതായ പ്രാധാന്യമുള്ളതുകൊണ്ടും അതിൻ്റേതായ മനോഹാരിത ഉള്ളതുകൊണ്ടും ഈ ദൂരവും ഈ കഠിനമായ കയറ്റമൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല ഇതുവരെ. അനുഭവത്തിൽ ആസ്വാദ്യകരമായിട്ടാണ് നമ്മൾ ഈ വിഷുനാളിൽ ജൈനക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. മലനിരകളിൽ മുഴുവൻ നമുക്ക് ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും. ഞങ്ങൾ 4 പേരാണ് ഇപ്രാവശ്യത്തെ യാത്രക്ക് പുറപ്പെട്ടത്. വിനോദ് മാഷ്, സിദ്ദീഖ്. ഇപ്പോൾ സിദ്ദീഖിൻ്റെ കൂടെ ഉണ്ട്. മറ്റ് 2 പേര് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് അവർ പോയിട്ടുള്ളത്. അവർ ഇനി താഴെ എത്തുമ്പോഴേ നമുക്ക് അവരെ കാണാൻ കഴിയുള്ളൂ. പല വഴികളും വിശാലമായ പ്രദേശമായതുകൊണ്ട് വഴി മാറിപ്പോവാം. പക്ഷേ എവിടെ വഴി മാറിപ്പോയാലും നമുക്ക് തിരിച്ച് താഴെ എത്താൻ കഴിയും.